ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. ഹംബോ 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 എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത്? എന്താ അറിയോ, ജനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചോ? ഇപ്പോഴേ നിങ്ങൾ തീരുമാനിച്ചോ ഇന്ന കുട്ടിയാണ്? 5 months കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം 5 months ആകുന്ന ആ സമയം മുതൽ നമ്മൾ കൊളാബ് കാര്യങ്ങളൊക്കെ, അതേപോലെ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആ വീഡിയോസിനൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? വീഡിയോ വീഡിയോ എന്നല്ല, പ്രൊഡക്റ്റ് എന്തിനാ നേരത്തെ വാങ്ങി വെച്ചത്? ഗൈസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഓഡിയൻസിന് മുന്നിൽ, അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ജനിക്കുന്നതിന് മുന്നേ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ വയറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിക്ക് വെക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ, അതുകൊണ്ടാണ് എന്തിനു വാങ്ങിച്ചു വെച്ചു എന്ന് പറയുന്നത്. ചില സമയം ചില ആൾക്കാർ ഓരോ വിശ്വാസികൾ ഉണ്ടാവും, അതേപോലെ എന്താ പറയാ, മുന്നേ വാങ്ങിച്ചു വെച്ചൂടാ കുട്ടി, അങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ, അതായത് നമ്മളെ ഇസ്ലാമിലും അതേപോലെ തന്നെ ഓരോ വിശ്വസിക്കുന്നവരൊക്കെ പല രീതിയിലും വിശ്വസിക്കുന്നുണ്ട്. ഇത് കാണിച്ചൂടാ, അങ്ങനെ കാണിച്ചൂടാ, അങ്ങനെ പണ്ട് ഉള്ളവർ പറയുന്നില്ലേ, കാക്ക പറഞ്ഞാല് അതിഥികൾ വരും, അങ്ങനെ ഓരോ നാട്ടിലും ഓരോന്നാണ്. കാക്ക അറിയുമ്പോ ചില സമയം വേറെ സെപ്പറേറ്റ് ആയിട്ടും കേൾക്കാറുണ്ട്. പിന്നെ പൂച്ച തല്ലുപിടിക്കുമ്പോ മരണം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിന് മുന്നിലെ പൂച്ച ചാടി കഴിഞ്ഞാൽ കാലക്കേട്, കറുത്ത പൂച്ച ചാടൂലേ, അപ്പൊ ഞാൻ പറയില്ല എന്തോ കാലക്കേട്, മറ്റേ സദാനന്ദന്റെ സമയം സിനിമ പോലെ. അതെ, അതേപോലെയുള്ള ഒരുപാട് ആൾക്കാർ വിശ്വാസികളായിരിക്കാം ഇങ്ങനെയുള്ള കമന്റ്സ്. ചിലപ്പോ ചിലവരുടെ എന്തെങ്കിലും ഉണ്ടാവും. നമ്മളെ നല്ലതിന് വേണ്ടിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞിരുന്നത് നല്ലതാണ്, നമ്മള് നല്ല എന്താ പറയാ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ എന്തായാലും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എനിക്ക് എന്താ പറയാ, ടൂ വീലറിൽ പോയപ്പോ അധികം ടൂ വീലറിൽ പോകരുത്, ഞങ്ങളിപ്പോ അധികം യാത്ര കുറച്ച്. അതായത് ഇപ്പം സഫ വണ്ടി ഓട്ടും, എന്താ പറയാ, വണ്ടി ഡ്രൈവ് ചെയ്യും, പ്രഗ്നന്റ് ആയ സമയത്ത് ഡ്രൈവ് ചെയ്യും. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഒരു എന്താ പറയാ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്ന പോലെ അങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരുപാട് എല്ലാ ഗേൾസിനും ഓരോ വെറൈറ്റികളാണ് അനുഭവപ്പെടാറ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഓരോരോ സൂചനകളാണ് ഓരോ ഗേൾസിന് ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫൂന് അങ്ങനത്തെ യാതൊരു ഒരു സൈഡിലേക്ക് തന്നെ കിടക്കുമ്പോ ഒരു നടുവേദന ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതായത് ഫസ്റ്റ് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോ ഇതെന്തായാലും ഇങ്ങനെ നടുവേദന കാലുവേദനൊക്കെ എന്ന് പറയുമ്പോ അതിന് പറയും, നിനക്ക് ബാക്കിയുള്ള പെമ്പിള്ളേർ അത്രയും പോലും വന്നില്ലല്ലോ എന്ന് പറ. കോമഡി എന്താ അറിയോ, ഇവള് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോ എല്ലാ അമ്മമാരും ഇത് കഴിഞ്ഞിട്ട് വരുന്നവരാണ്. കാരണം ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് പെയിൻ വരും. അതിപ്പോ നമ്മൾ ആണുങ്ങളാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ്, ഇപ്പൊ നമ്മൾ മഞ്ചാടിക്കുരുവാണെങ്കിലും കുറെ സമയം നമ്മൾ കൈ പൊന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വെയിറ്റ് ആയി തോന്നും. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ യോളെ സംബന്ധിച്ചിടത്തോളം യോക്ക് മുന്നേ ഒരു നോർമലി ഒരു ഗേൾസ് ഛർദിച്ച് ഒരു വിധാകുന്ന ഗേൾസ് ഉണ്ട്. അതേപോലെ തന്നെ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. പക്ഷെ ഇവൾക്ക് മാഷാ അല്ലാഹ് അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മെയിൻ ആയിട്ടുള്ള ഇപ്പം പറയുന്ന ഇപ്പൊ ഈ 5 മാസം 6 മാസത്തേക്ക് തുടങ്ങും. അതിപ്പം അതാണിപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒക്കെ ഇങ്ങനെ പറ്റി ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് മാഷാ അല്ലാഹ് മുന്നേ ഒരു ബുദ്ധിമുട്ടോ, അവള് വണ്ടി ഡ്രൈവ് ചെയ്യും, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ എന്താ പറയാ നോർമലി മോർണിംഗ് സിക്നസ് ഉണ്ടാവും, രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു വയ്യായ്മ, അങ്ങനൊന്നുമില്ല ഭാഗ്യത്തിന്. പിന്നെ കൊറേ എന്താ പറയാ കൊറേ ആൾക്കാർ ഇപ്പത്തെ മറ്റേ എന്റെ കസിൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രഗ്നന്റ് അല്ലേ ഒരു നോർമലി പറയേണ്ട കാര്യങ്ങൾ ഇതാക്കിക്കോ, എന്താ പറയാ അല്ലെ, എന്ത് മുതലാക്കിക്കോ എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ ഒക്കെ എപ്പോഴും എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ തന്നെ എന്തെങ്കിലും ഉള്ള പോലെ അങ്ങനൊന്നുമില്ല. എന്താ മുന്നേ എങ്ങനെയാണോ ഒരു തിന്നാൻ തോന്നുന്നത് അതുപോലെ തന്നെ ഇപ്പൊ തോന്നുന്നില്ല. ഞാൻ എല്ലാ സമയത്തും ഒരേപോലെയാണ് പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. മസാല ദോശ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഇപ്പോഴും
നമ്മൾ ഉണ്ടെങ്കിൽ ഉള്ള പോലെ ജീവിക്കും, പക്ഷെ അത് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കും. ആ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, എങ്ങനെ ഒരു ആഗ്രഹം എന്നല്ല, നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താണോ ഇഷ്ടം അത് നമ്മൾ വാങ്ങിക്കും, അതേപോലെ നമ്മൾ ആഗ്രഹം തീർക്കും. അങ്ങനെയാണ് പോവാറ്. അപ്പൊ അതന്നെ നമ്മൾ കണ്ടിന്യൂ ആക്കിയിട്ട് പോകുന്നത്. അല്ലാണ്ട് ഒക്കെ ഒരു നമ്മളിപ്പം ഓക്കെ എന്താണോ ഫേവറേറ്റ് ഉള്ള, ഇപ്പൊ നോർമലി എന്താ പറയാ ഈ ഭായിമാർ ഉണ്ടാക്കുന്ന പാനിപ്പൂരി അല്ലെങ്കിൽ ഐസ്ക്രീംസ്, ഞാൻ ഐസ്ക്രീമിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫാമിലി ഐസ്ക്രീം ആയിരുന്നെങ്കിലും വാങ്ങിക്കും. ആ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചാൽ തന്നെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആണ്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഇടക്കിടക്ക് വാങ്ങിക്കും. ആ വാങ്ങിക്കുന്ന സമയത്തൊന്നും അധികം തിന്നില്ല, ഐസ്ക്രീമിനോടാണ്. കോൺടോക്കോ അങ്ങനത്തെ ഇങ്ങനത്തെ. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഡിഫറൻസ് കാര്യങ്ങളും മാഷാ അല്ലാഹ് ഇതുവരെ ബുദ്ധിമുട്ട് കാര്യങ്ങളും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒന്നാമത് എന്താ അറിയോ, ഈ ക്വസ്റ്റ്യൻസിന് ഈ ഓഡിയൻസ് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നമ്മൾ പറയാനാണ് ഇന്ന് മെയിനായിട്ട് വന്നത് ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ പല ആളെ ജീവിതത്തിലും പല ജില്ലയിലും പല ആൾക്കാരുടെ ജില്ലയിലും പല രീതിയിലായിരിക്കും അവരെ മൂവ്മെന്റ്സുകൾ, മനസ്സിലാവും. അതായത് ടൗൺ ഏരിയയിലുള്ളവർ വേറെ രീതിയിലായിരിക്കും ജീവിക്കുന്നത്, ഉള്ള ഏരിയയിലുള്ളവർ വേറെ രീതിയിലായിരിക്കും. അങ്ങനെ പല ഡിഫറൻസും ഉണ്ടാവും. അങ്ങനെ പല ആൾക്കാർക്കും പല ചിന്തകളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയം അവർക്ക് ഉള്ള ഏരിയയിൽ ജീവിക്കുന്നവർക്ക് ഇതൊന്നും കണ്ട വലിയ തെറ്റായിട്ട് തോന്നാം. ചില സമയം ടൗൺ ഏരിയയിൽ ജീവിക്കുന്നവർ, ഈ ഉള്ള ഏരിയയിൽ കളിക്കുന്നവർ, ഇവർ അങ്ങനെ കാണുന്നവരും ഉണ്ടാവാം. പക്ഷെ എല്ലാവരും നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട അവർ വേറെ ലൊക്കേഷൻ ആണെന്നുള്ളൊരു കാര്യം കൂടെ ചിന്തിക്കാം. പക്ഷെ നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞ കുറെ ഒരു വലിയൊരു പാരഗ്രാഫ് തന്നെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള. ഭയങ്കരത്തിൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കൂടെ, എന്തോ ഒരു ഇവള് ഫോൺ എന്തോ ഒരു എന്തോ പറഞ്ഞിട്ട് അപ്പൊ തന്നെ അതിന് ആരോ റിപ്ലൈ കൊടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കി കമന്റ് കമന്റ് ഇടുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് പോയി ഖുർആൻ ഓതിക്കൂടെ. അല്ലെങ്കിൽ ഇപ്പൊ അവര് വീഡിയോ കാണുന്നോണ്ടാണല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ കയറുന്നോണ്ടാണല്ലോ എന്താ പറയാ ഇങ്ങനത്തെ ഒക്കെ കാണാനിടയാണ്. പക്ഷെ അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യം പോലെ തന്നെ മറ്റുള്ളവര് നമ്മളിപ്പോ എന്തെങ്കിലും വീഡിയോസ് പ്രഗ്നൻസിന്റെ ചെയ്താല് ചിലരൊന്നും കമന്റ് ചെയ്യൂലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കും ഇവരെന്താ നമ്മുടെ പേജ് മാത്രമാണ് നോക്കല്, എത്രയോ പേര് പ്രഗ്നന്റ് ആയവർ എന്തൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്, നമ്മൾ മാത്രം ലോകത്ത് ഇടണ പോലെ അല്ലേ. ഞാൻ പറയാ, അതായത് ഇപ്പം ഏതൊരു സെലിബ്രിറ്റി ഇത് പോട്ടെ, ഏതൊരു വീഡിയോ മേക്കറും റീൽസ് മേക്കർ ആണെങ്കിലും യൂട്യൂബ് വീഡിയോ മേക്കർ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ഏതൊരു മനുഷ്യനും ഒരു നെഗറ്റീവ് വരെ ഇല്ലാത്ത ഒരാളും ഉണ്ടാവും. ഒരാളും തന്നെ ഉണ്ടാവില്ല. കാരണം ആരെങ്കിലും ഒരാൾ നെഗറ്റീവായിട്ട് വരും. അത് ഈ നമ്മളെ മറ്റേ ആർപിക്കിന്റെ പരസ്യം കാണില്ല അബ്ബാസ്, അതില് നമ്മളിപ്പോ ഓൾറെഡി പരസ്യം കാണുന്നതാണ് 99.9%. ഓക്കെ അങ്ങനെ ആ ഒരു പെർസെന്റേജ് അവർ മൈനസ് ആക്കുന്ന എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാം നശിച്ചു പോകാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് 100% പോസിറ്റീവ് കമന്റ് ആണെന്നില്ല, അല്ലെങ്കിൽ 100% നെഗറ്റീവ് കമന്റ് ആണെന്നില്ല ഒരാൾക്കും. അപ്പൊ നമ്മളെന്താ പറയാ, അത് എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം പല ജില്ലകളും അതേപോലെ പല ആൾക്കാർ ഏരിയകളും മാറുമ്പോൾ ഉള്ള അവരൊരു ചിന്താഗതിയാണ് അവരെ അങ്ങനെ കമന്റ് ഇട്ടാണല്ലോ പ്രയോഗിപ്പിക്കുന്നത്. കാരണം പിന്നെ ഈ നെഗറ്റീവ് ഓവർ ചീത്ത വിളിക്കുന്നതെല്ലാം അവരെ നാട്ടിലെ കൾച്ചർ ഇല്ലാത്ത രീതിയിൽ അവർ വളർന്നത് കൊണ്ടായിരിക്കാം നെഗറ്റീവ് ചീത്ത വിളിക്കുന്ന കമന്റ് ഇടുന്ന. അവരെ നാട്ടിൽ അങ്ങനത്തെ അത്ര വിലയുള്ളൂ. അവരെ നാട്ടിൽ അതായിരിക്കും പഠിപ്പിച്ച് വളർത്തുന്നത്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വളർത്തുന്നത്, എന്താ പറയാ അങ്ങനെ കമന്റ് ഇടുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ബാക്കിയുള്ളവർ കാണുന്നവര് എൻജോയ് ആക്കിയിട്ട് എടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അത് ചിരിച്ചു തള്ളുന്നവരുണ്ടാവാം, ചില സമയം സീരിയസ് ആക്കുന്നവരുണ്ടാവാം. പക്ഷെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കമന്റ് കാണുമ്പോഴും അത് ഓന്റെ വില അത്രേ നമ്മൾ കാണുന്നുണ്ട്. അത് ഏതൊരുത്തനും നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ ഓന്റെ വില അത്രേ നമ്മൾ കൊടുക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മൾ അതിനെപ്പറ്റി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആരും വിചാരിക്കേണ്ട. അതിപ്പം വീഡിയോ ക്രിയേറ്റർ ആണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു വീഡിയോ ചെയ്യുന്ന ഏതൊരു പേഴ്സണിലാണെങ്കിലും അവരൊരിക്കലും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീഡിയോ ചെയ്യാൻ നിങ്ങൾ ഇതിൽ പുറപ്പെട്ടോ അതിനുള്ള ധൈര്യം കാണിച്ചോ എങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കൂടെ കാണിക്കണം. നോർമലി നമ്മളൊരു
വെറുതെ ഒരു ടൈം പാസിന് വീഡിയോ ചെയ്യുന്നവരുണ്ടായിരിക്കാം. കാരണം ഞാനൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഫാഷനായിട്ട് കൊണ്ടുനടന്നതാണ് ഈ വീഡിയോസും ക്രിയേറ്റിങ്ങും റീൽസും ഒക്കെ. അങ്ങനെയാണ് ഞാൻ കയറി വന്നത്. ഞാൻ ഈ വീഡിയോസ് ചെറുപ്പം മുതലേ ഷോർട്സ് വീഡിയോയിൽ ഇടുന്നത് ഞാനൊന്നും കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ശത്രുക്കളുണ്ടാവുക നെഗറ്റീവ് കമൻറ്റ് വരുന്നു വിചാരിച്ചിട്ടല്ല, ശരിയാണ്. പക്ഷെ നമ്മൾ മുൻകൂട്ടി ഇനി ചെയ്യുന്നവർ ഇതും കൂടെ കാണണം. നമ്മളൊരു സമയത്ത് ചില സമയം ക്ലിക്കായിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സമയത്ത് ഒരു സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഹെയ്റ്റേഴ്സും ശത്രുക്കളും ഉണ്ടാവും എന്നുള്ളത് 100% വിശ്വസിക്കണം. നമ്മൾ ഒരാളെ ജീവിതം തകർക്കാനേ മറ്റുള്ളവർക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ളൂ. കാരണം അത് കണ്ട് ആസ്വദിക്കാനാണ് മറ്റുള്ളവരെ ഇഷ്ടങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ തന്നെ ഒന്നും യാതൊരു വിധത്തിലും സാറ്റിസ്ഫൈഡ് ആയി, ഐ മീൻ അതിലൊരു ദുഃഖിതനായി നമ്മൾ ജീവിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ജീവിക്കുന്നുണ്ടോ, നിങ്ങളെ കാര്യം നോക്കി, നിങ്ങളെ ഹാപ്പിനെസ് നോക്കി നിങ്ങൾ ജീവിക്കുക. അതായിരിക്കും ഏറ്റവും വലിയ സ്വർഗം കിട്ടുന്ന ഒരു സ്വർഗലോകം. കാരണം എല്ലാവരും അവരവരെ നല്ല ഒരാളും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഒരു മനുഷ്യനും മറ്റുള്ള ഒരാളെ ഇത് ഓന് ഭയങ്കര ഇതാണ് അല്ലെങ്കിൽ ഞാൻ കീഴിലാണ്, ഓൻ ഭയങ്കര ഇതാണെന്ന് അപൂർവ ആൾക്കാരായിരിക്കും വിചാരിക്കുന്നത്. കാരണം നശിച്ച് കാണാനേ കൂടുതൽ ആൾക്കാർക്ക് ആഗ്രഹമുള്ളൂ. ഒരാള് നെഗറ്റീവ് പറയുന്നത് കേൾക്കാനായിരിക്കും കൂടുതൽ ആൾക്ക് ആഗ്രഹം. വഞ്ചിത്തൊക്കെ അതല്ല അതിൽ കാണാനൊരു രസമാണ്, അത് ശരിയാണ്. കാരണം അതിനൊരു വേറെ വൈബ്. പക്ഷെ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ഇങ്ങനായി മാറിയത്. പിന്നെ നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനായി മാറിയത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറയാമെന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മെയിനായിട്ട് എന്തുകൊണ്ട് ഈ കുട്ടീൻ്റെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഇടുന്നു, അതേപോലെ തന്നെ എന്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്തായാലും ഇപ്പം അടുത്ത സഫു ഈ ഒരു 7 വേഗം കൊളാബ് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 6 months സ്റ്റാർട്ടായി, വേഗം പോണ്ട് മാസങ്ങൾ. അപ്പോൾ 7 month കഴിയുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഈ ഒരു 6 month ആയത് പെട്ടെന്ന് പോയത് പോലെ. പെട്ടെന്ന് 5th തുടങ്ങിയത് ഓർമ്മയുള്ളൂ, പെട്ടെന്നായി 6th. ഇനിയിപ്പോൾ 7th വേഗം കഴിയും. ആ സമയമാകുമ്പോഴേക്ക് ഞാൻ പോകും. അപ്പം അതിന് മുന്നേ എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്ത് ഇടണം ഒരുവിധം. കാരണം എനിക്ക് ഇപ്പം കിട്ടണ ഈ ബേബിയുടെ പ്രൊഡക്ട്സ് ഇല്ലേ, അതൊന്നും എനിക്ക് ഇപ്പോഴേ വീഡിയോസ് ചെയ്തിടാൻ പറ്റുള്ളൂ. അതായത് ബേബി ജനിച്ച് കഴിയുമ്പോഴുള്ള പ്രൊഡക്ട്സ് എനിക്ക് പിന്നെ ചെയ്യാം, അപ്പോൾ വേനും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7th month അതിന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അനിയത്തിമാർക്ക് ക്ലാസ് ഉണ്ടാവും, പിന്നെ ഞായറാഴ്ച മാത്രം ഫ്രീ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊരു ഡേറ്റ് കൊടുത്താൽ ആ സമയത്ത് തന്നെ വീഡിയോ ഇടൂല്ലേ. ചില സമയം അഥവാ അവള് ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പൊ നോർമലി നമുക്ക് ഒരാൾ ഗിഫ്റ്റ് അയക്കണം. ഇപ്പൊ ഓഡിയൻസ് ഇപ്പൊ നിങ്ങൾ ഒരു ഗിഫ്റ്റ് നമുക്ക് അയക്കും. ആ ഗിഫ്റ്റ് നമ്മൾ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഡീല് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വിചാരിച്ചു, ആ പ്രൊമോഷൻ ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ച സമയത്ത് ഇടാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ എനിക്കാണ് ഈ പ്രൊഡക്ട്സ് വന്നാൽ എനിക്ക് അത്ര ലാഗ് അടിപ്പിക്കണ ഇഷ്ടമല്ല. വേഗം തന്നെ ഞാൻ വേനെടുത്തു, നമുക്ക് വേഗം വീഡിയോ എടുത്തിട്ട് ഇടാം. അതായിരിക്കുമല്ലോ നമുക്കൊരു കംഫർട്ട്. ഞാൻ അങ്ങനെയാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ഒരു കോളാബ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ നമ്മൾ ഇതാക്കും. മാക്സിമം നമ്മൾ എന്താ പറയുക, ഏറ്റവും കുറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ചില ഐറ്റംസ് ലാഗ് ആയിട്ട് വരും. അതായത് ഇപ്പൊ ഒരു 6-7 പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ പല സ്ഥലത്തുനിന്ന് ഓരോന്ന് വരുന്നത്. അപ്പൊ ഒരു സാധനം വന്നിട്ടായിരിക്കും അടുത്തത് അവരുടെ സെയിം തന്നെ പേജിൽ നിന്ന്. അപ്പൊ അങ്ങനെ ലാഗ് അടിക്കുന്ന ഇതാക്കും. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് ഫുള്ള് കിട്ടിയാൽ എന്തായാലും നമ്മൾ നേരത്തെ ഇടും. നമുക്ക് എന്താ പറയുക, മാഷാഅല്ലാ കസ്റ്റമറെ നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മളെ സഹകരിക്കുന്ന നമ്മളെ മനസ്സിലാക്കി, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഗിഫ്റ്റ് അയക്കുന്നവരെ എന്തായാലും നമ്മൾ ആ ഒരു വിശ്വാസം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ മുന്നേ കുട്ടിക്ക് ഇത്രയും പെട്ടെന്ന് വാങ്ങിച്ചു, നമുക്ക് തരുന്ന ഗിഫ്റ്റ് ആണ്. നമ്മളെ കുട്ടി ഇന്നപോലെ 6 month ആയ ഒരു കുട്ടിക്കും പല പേജിൽ നിന്നും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് ഗിഫ്റ്റ് അയക്കാറുണ്ട്. ഗിഫ്റ്റ് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളാബായിട്ട് അയക്കുന്നവർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം കൂടെ ഇപ്പോൾ 6 month കടന്ന് ഇനിയിപ്പോൾ 1.5 മാസം ഏപ്രിലല്ലേ 7th ഉണ്ടാവണം. ഏപ്രിൽ മാർച്ചില് 6th. അപ്പോൾ ഏപ്രിലാകുമ്പോ വേറെ കുറെ പ്ലാനുകളുണ്ട്. നമ്മളിപ്പോ ഈ ബേബി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസം വരെ ഇനി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് വീഡിയോസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാ അത് നമ്മൾ വരുന്നെത്തിച്ചിട്ട് നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ചെയ്യും. നമ്മൾ ഈ ഒരു മാസം വരെ കാലാവധി കൊടുക്കുന്നുള്ളൂ ഈ കോളാബ് ചെയ്യുന്നതിന്. കാരണം ബേബി പ്രോഡക്ട്സ് ഞാൻ പറയും ഏപ്രിലില് ആണെങ്കിലും ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണ്ടെന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഓള് 8 months ആയിട്ട് പോകും, അല്ല 7 month കഴിഞ്ഞാല്
പോവും, വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ്സ് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും കഴിയൂല guys. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവള് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് ഒറ്റക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനും കൂടി ഉണ്ടെങ്കിൽ എല്ലാം പെട്ടപ്പാന്നിട്ട് പെട്ടെന്ന് ചെയ്ത് നമ്മള് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് എങ്ങനെയൊക്കെ ഒരു മോഡൽ പറഞ്ഞു കൊടുത്ത് അതുപോലെ ചെയ്യാൻ പറ്റും. ചിലപ്പോ അവൾമാരെടുക്കുമ്പോ ചിലപ്പോ അത്ര സാറ്റിസ്ഫാക്ഷൻ വന്നില്ലല്ലോ. പിന്നെ എനിക്ക് മെയിൻ എന്താ പറയുക, ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു വീഡിയോസ് എടുക്കുന്നതാണെങ്കിൽ കുറച്ചൊരു ക്ലിയർ, ഒരു മംഗലോ പിടിക്കലോ അല്ലെങ്കിൽ ഒരു രാത്രി വീഡിയോ എടുക്കുന്നതോ അങ്ങനത്തെ വലിയ ഇപ്പം ലൈക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയം ഞാൻ എന്താ പറയുക നല്ല ക്ലാരിറ്റി വീഡിയോ എടുത്ത് കണ്ടതുകൊണ്ടായിരിക്കാം ഇപ്പം എനിക്കിങ്ങനെ ഈ സാധാ ഫോൺ ഉണ്ടെങ്കിലൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എനിക്ക് വലിയ ഇഷ്ടപ്പെടില്ല. അതാ ഞങ്ങൾ ഈ പുറത്തുനിന്ന് ഇപ്പോഴും വീഡിയോ എടുക്കണം. പുറത്തും അല്ലെങ്കിൽ വെയില് എവിടെ പറയൂ എന്ത് സാധനം വന്നാൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. കാരണം ഈ ബേബിയുടെ പ്രൊഡക്ട്സ് വരുമ്പോ റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ ഒരു ഇത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയാ വെട്ടവും കാര്യമാണ്. ലൈറ്റ് എല്ലാം ഉണ്ടായി കഴിച്ചു. ഒന്നാമത് ആ ലൈറ്റും കാര്യമെല്ലാം വേറെ പോയി നല്ല കിട്ടാറ്. പിന്നെ കാണുന്നില്ല ഒന്നും. കുറെ പ്രൊഡക്ട്സ് നമ്മൾ കുറെ കാലം ഗ്യാപ്പ്, ഒന്നാമത് ഞാൻ ഗ്യാപ്പ് ഇട്ടപ്പോൾ തന്നെ കുറെ ഐറ്റംസ് എല്ലാം എവിടെയോ പോയി. പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ടാകുമ്പോൾ സിസ്റ്റർ അതിൽ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാവും. പിന്നെ ഇതിപ്പം റൂമിൽ വെച്ചിട്ട് രാത്രിയൊക്കെ നമ്മൾ ചെയ്യാറ്. രാത്രിയൊക്കെ എടുക്കുമ്പോ നല്ല രസവും എല്ലാരും ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതിലെടുക്കാലോ. പകലാകുമ്പോ ചിലപ്പോ ഓരോ സൗണ്ടൊക്കെ വീഡിയോയിൽ വരും. അതാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ ഇടാനുള്ള ഒരു കാരണം. എന്താ പറയാ ഈ ഒരു ഇവളിങ്ങനെ പോകുന്നല്ലോ പറയുമ്പോ വിഷമമുണ്ട്. എന്താണ് അതിനെ പറ്റി പറയാനുള്ള, എന്നെ ടിക്കറ്റ് പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് വെച്ചില്ല, പക്ഷേ പോണം. ഇൻട്രസ്റ്റ് ഇല്ല എന്നാ ഗൈസ്. എന്ത് ഓ അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനല്ല, ആ ഒരു സമയത്ത് സൈഡിൽ നിന്ന് കൊഞ്ചല കുത്തുന്നു. ആ ഒരു സമയത്ത് വീട്ടിലൊരു കംഫർട്ട്. ഓക്കെ, അവളെ ഇഷ്ടപ്രകാരം അവളെ വീട്ടിൽ പോയി നിൽക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇനി ഗൈസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓക്ക് ഒന്നാമത് 6 months ഉള്ള ഒരു പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചലഞ്ചോ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് വിചാരിക്കുന്നതും പ്ലാൻ ആക്കുന്നതൊക്കെ നമ്മളങ്ങനെ ഓരോ പ്ലാൻ ചെയ്യുന്നത് ഇവർക്ക് ജസ്റ്റ് പ്രഗ്നന്റ് ആയതുകൊണ്ട് ഡേഞ്ചർ എന്ന് വിചാരിച്ചിട്ടാണ് ചലഞ്ച് ചെയ്യാത്തത്. ഇപ്പൊ ഈ ഒരു കോലത്തിൽ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും നമ്മളെ വീഡിയോ ചെയ്യാനൊരു നിങ്ങളെ ഐഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും. നമ്മൾ എന്തായാലും ചലഞ്ചസ് മാത്രമല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് നമ്മളിൽ നിന്ന് അറിയാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കമന്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പറയാ ഒരുപാട് കമന്റ്സ്, അതായത് എൻ്റെ ഒരു മനസ്സിലൊരു 60-70% ആൾക്കാരും ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി എന്താ പറയാ ഒരു 30% ആൾക്കാരും ബേബി ബോയ് ആണ് കമന്റ് ഇട്ടത്. ഇപ്പൊ ഓളെ കോലം കണ്ടിട്ടായിരിക്കാം ചില സമയം തോക്കുണ്ടേ അപ്പൊ ഇനി വെടി വെക്ക തന്നെ. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പൈസ കണ്ടിട്ട് ഇപ്പൊ എന്താ തോന്നുന്നു എനിക്ക് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ് ടൈം എല്ലാ ഡ്രസ് ഇട്ടിട്ട് ഊരലെന്നെ വണ്ണം തോന്നിക്കണം. കാരണം പെട്ടെന്ന് സ്കെൽറ്റിന്ന് പെട്ടെന്ന് ബോഡി മാറിയില്ലേ. സാധാരണ പ്രഗ്നന്റ് ലേഡീസിന് എല്ലാവരും മാറും ഒരു വിധം. ഞാൻ ഒരു വിധം എല്ലാവരും ചോദിച്ചു, ബോയ് ഉണ്ടായവരും ഗേൾ ഉണ്ടായവരൊക്കെ മാറും, ബോഡിക്ക് ചേഞ്ച് വരും. അത് ആ സമയത്ത് ഒരു ചേഞ്ചസ് ആണ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ നമ്മളെന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ തൊട്ടില് നമ്മള് ബ്ലൂ തൊട്ടില് അതെന്താന്ന് വെച്ചാല് സ്റ്റാൻഡ് ഓൾറെഡി വൈറ്റ് അല്ലേ, അത് വൈറ്റ് അല്ലേ. അപ്പൊ അവര് പ്രിന്റുകൾ കുറെ എനിക്ക് അയച്ചു തന്നു. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട പ്രിന്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാ ഏത് വേണമെന്ന് വെച്ചപ്പോ. അപ്പൊ അതില് റെയിൻബോ കളർ, റെയിൻബോ ഞാൻ ബ്ലൂ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ ഒരുവിധമൊക്കെ ബ്ലൂ നോക്കും, മേനുവിന് ബ്ലൂ കളർ ഇഷ്ടമുള്ളതുകൊണ്ട്. ഇപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോ ഞാൻ ബ്ലൂ തന്നെ കൂടുതൽ സെലക്ട് ചെയ്യാറുണ്ട്. അത് മേനുവിന് ഇഷ്ടമുള്ള കളറായതുകൊണ്ട് അല്ലാണ്ട് അങ്ങനെ ബ്ലൂവും പിങ്കും നോക്കിയിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് ഈ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു തൊട്ടില് ആഡ് ചെയ്ത സമയത്ത് ഗൈസ് കുറെ ആൾക്കാർ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ബേബി ബോയ് ആണെന്ന് ഉറപ്പിച്ചോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വീഡിയോ ഇട്ടത്.
ഞാൻ വിചാരിച്ചു ബേബി ബോയ് എന്ന് വെറുതെ പറഞ്ഞപ്പോ വീഡിയോ വിട്ടെന്നല്ല, ബേബി ബോയ് എന്ന് പറഞ്ഞപ്പോ എന്നെ കണ്ടപ്പോ ബേബി ബോയ് ആയിട്ട് തോന്നി വിചാരിച്ചു. അതിൽ ഒന്ന് റീസണില് ഇവൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി ബോയ് ആവാനാണ് കൂടുതൽ ആഗ്രഹം. പിന്നെ കുറെ ആൾക്കാർ കമന്റ് കാണുമ്പോ സഫുക്കിന്റെ ബേജാറാവട്ടാ കാണാനുണ്ട്. അല്ലാതല്ല ബേബി ഗേൾ കൊറേ ഫസ്റ്റ് പിക്ക് ഇട്ടപ്പോഴേ ബേബി ഗേൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബേബി ഗേൾ എന്നുള്ള പറയണം. അപ്പൊ കുറച്ച് പേര് പറഞ്ഞ് ഇത് നോക്കിയിട്ട് കാര്യമില്ല, ചിലപ്പോ ബോയ് ആവാം. പിന്നെ പതിയെ പതിയെ എല്ലാത്തിനും ബോയ് ബേബി ബോയ്. അപ്പൊ ഒരു സന്തോഷം, അതത് കാണുമ്പോ ഒരു സന്തോഷം. ഇത് കുഞ്ഞാല് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഇങ്ങനെ അച്ഛനെ പോലെ ഇരിക്കണം. അമ്മയെ പോലെ ഇരിക്കും. ഞാൻ പറയും എന്നെ പോലെ പറഞ്ഞത്. എന്ത് താറാവിനെ പോലെ? ഞാൻ താറാവിനെ വെച്ച് കളിയാക്കല്. താറാവിന് എന്താ സൗന്ദര്യം? താറാവാണ് അഭിനയിക്കാൻ നല്ലോണം അറിയാം. താറാവ് ശരിക്കും അഭിനയിക്കും. താറാവല്ല, അല്ല മറ്റേ ഇതല്ലേ ആ വൈറ്റ്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ആൾക്കാർ പറയാം. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എന്റെ കാര്യമല്ല പറഞ്ഞത്. താറാവില്ല, ആ വൈറ്റ് താറാവില്ലേ എന്തായാലും പറയല്, ആ വൈറ്റ് താറാവിനെ പോലത്തെ വലിയ വൈറ്റ് എന്താ അറിയില്ല. ആ സാധനം ഭയങ്കര ഇതാണ്. കാരണം വെച്ചാൽ താറാവ് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് എന്താ അറിയോ, ഇതെല്ലാം ശത്രുക്കളെ മുന്നിൽ മരിച്ച പോലെ അഭിനയിച്ചിട്ടാണ് ഇവര് രക്ഷപ്പെടുന്നത്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടില്ല, ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ കോഴിയും താറാവൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം താറാവില് ഏകദേശം ഒരു 3 കുറുക്കനോ വന്നിട്ട് കൂടൊക്കെ പൊളിച്ചിട്ട് ഫുള്ള് താറാവിനൊന്നും, രാവിലെ നോക്കുമ്പോൾ താറാവിന്റെ കൂട് കാണുന്നില്ല, താറാവിനെ കാണുന്നില്ല. 3-4 ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ വിഷമായില്ലേ, കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയാണ് താറാവിനെ വളർത്തല്. മുട്ട ചില സമയം അമ്മ കുറച്ച് മുട്ടയിരുന്നത് തൊലിക്കാത്തെല്ലാം ഉണ്ടാവും. അതിനെ ഞാൻ അടുപ്പിന്റെ അടുത്ത് വെച്ച് അങ്ങനെയെല്ലാം തൊലിപ്പിച്ച് ഞാൻ തന്നെ വെള്ളത്തിൽ നമുക്ക് കളിപ്പിക്കാൻ പിടിച്ച് വളർത്തി വലുതാക്കി താറാവുകളുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഒന്നും കാണുന്നില്ല, ഭയങ്കര വിഷമമായി പോയിട്ടാ. പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി. പിന്നെ പോലെ പറഞ്ഞ താറാവ് പിടിച്ചായിരിക്കും കൊണ്ടായിട്ടുണ്ടാവും. സോറി, കുറുക്കനോ നായായിട്ട് പിടിച്ചാൽ കൊണ്ടായതായിരിക്കാന്ന് പറഞ്ഞു. അന്നേരം ഉപ്പില്ല പറഞ്ഞത് പഴയ പോലെ. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാകൊണ്ട് താറാവ് മുടന്തിക്കൊണ്ട് വരുന്നു. പാവം 2 ദിവസം കഴിഞ്ഞു മുടന്തി എന്തോ ആയിരിക്കാം. പക്ഷെ 2 ദിവസം അവിടെ പോയി. അത്രക്കും സേഫ് ആയിട്ട് അത് എത്തി, റിട്ടേൺ ആ വീട്ടിലേക്ക് തന്നെ എത്തി. അതാണ് അത്ഭുതം. അത് വളർന്ന സ്ഥലം അതിന് നല്ലോണം അറിയാം. പിന്നെ ഇത് പിടിച്ചിട്ട് പോയാല് എവിടെന്നെങ്കിലും രക്ഷപ്പെട്ടാൽ അത് എവിടെന്നെങ്കിലും ഒളിച്ചിരുന്ന് സേഫ് ആയിട്ട് ഇരുന്നുണ്ടോ. അതായത് ഇപ്പൊ ഞാൻ ഇവര് ശത്രുക്കൾ വരുമ്പോ അത് അഭിനയിക്കും, മാക്സിമം അഭിനയിച്ച് കിടക്കും, ചത്ത പോലെ കളിക്കും. കഥ പഠിച്ചല്ല, ഇത് റിയൽ. അവരെ ഇപ്പൊ ഓരോരോ ജീവിക്കും ഓരോരോ ശത്രുക്കളെ മുന്നിൽ രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് പഠിച്ചോ കൊടുത്തിന്. എല്ലാ ജീവജാലങ്ങൾക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പവർ കൊടുത്തിട്ടുണ്ടാവും. മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും. എടി ഞാനൊരു കാര്യം പറയാം. നമ്മൾ മരണ സമയത്ത് ഒരു മനുഷ്യൻ ഒരു മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ദുരന്തം വരുന്നൊരു സമയത്ത് നമുക്ക് ഒരു പ്രത്യേക എനർജി പുറത്തുണ്ട്. നമുക്കതില്ല, ഇല്ലാത്തൊരു എനർജി ആ സമയത്ത് അറിയാം. ഇല്ലല്ല, അറിയില്ല. പക്ഷെ നമുക്കില്ല പേടിക്കുന്ന സമയത്ത് ഓടാനൊന്നും പറ്റില്ല. പേടി സമയത്ത് ഓടാന്നല്ല, നമുക്ക് ഒരു ശക്തി, ഒരു പ്രത്യേക ശക്തി മനുഷ്യന് ഒരു സമയത്ത് പ്രത്യക്ഷപ്പെടും. അത് സത്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും അപകടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തെന്ന് വരും. ആ ഒരു ശക്തി പ്രത്യേകം വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഇപ്പം ഈ ഇതില്ലേ അത് കൂന്തൽ, നീരാളി, കൂന്തൽ അത് എങ്ങനെയാന്ന് മറ്റുള്ള മീനിനെ കഴിക്കാൻ, അതായത് ഭക്ഷിക്കാൻ വരുന്ന സമയത്ത്, ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇത് രക്ഷപ്പെടില്ല എങ്ങനെ എനിക്കറിയാം. അതായത് ഇതിനൊരു പ്രത്യേക മഷിയുണ്ട്. ഈ മഷി അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. നമ്മൾ കൂന്തൽ ചെയ്യുന്ന സമയത്ത് ഒരു മഷി കിട്ടാറുണ്ടെങ്കിൽ കൈ ഫുള്ള് ബ്ലൂ കളർ തിന്നിട്ടേ ഉള്ളൂ, നന്നാക്കിയിട്ട് കഴിച്ചിട്ട് അല്ല ഉണ്ടാക്കിയിട്ടും ഇല്ല. അതന്നെ ഈ ഒരു ഇതുണ്ടല്ലോ കളർ സ്പ്രെഡ് ചെയ്യും. അപ്പം മറ്റുള്ള മീനുകൾക്കും ഇതിനെ ആക്രമിക്കാൻ വരുന്നത് കണ്ണ് കാണില്ല. ആ ഒരു ഗ്യാപ്പിൽ ഇത് പോയി.
അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും പല രീതിയിലും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. കോഴി, നീ വിചാരിക്കുന്നത് കോഴി പറക്കും? പറന്ന് എത്ര വരെ പോകും? അങ്ങനെ പറക്കല്ലേ, ഇപ്പൊ ആ വീടിന്റെ മുകളിൽ നിന്നൊക്കെ താഴെ വീഴുന്ന പറക്കും. പക്ഷെ അതിന് ഒരാള് ആക്രമിക്കാൻ വന്ന ആ സ്പെഷ്യൽ എനർജിയിൽ പറക്കും. ചില സമയം വീടിന് ഒറ്റയടിക്ക് അങ്ങ് മതിലിന് വീട്ടിൽ പോകാം. പക്ഷെ നോർമലി ചില സമയം അതിൽ കഴിഞ്ഞു വരില്ല. അതല്ല ഒരു പ്രത്യേക എനർജി കൊടുക്കുന്നത് ആ ഒരു സമയത്ത്. അതേപോലെയാണ് എല്ലാവരും ലൈഫും ജീവിതവും ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഗൈസ് വീഡിയോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുക ഗൈസ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മളെ മാച്ച് ആയിട്ട് നമ്മളൊന്നും കൂടെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്നിച്ച് പറഞ്ഞ് പഠിക്കാം. പക്ഷേ പ്ലാൻ ചെയ്താലും പറഞ്ഞു വരുമ്പോ മാറും. അത് ഓള് തെറ്റിക്കണം, ഞാനല്ല. ഞാൻ എന്റെ പാതയിലൂടെ അങ്ങോട്ട് പറയാം, വേനും പാതയിലൂടെ പറയാം. എല്ലാം ഒന്ന് തന്നെയല്ലേ? അതന്നെ, എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും മറക്കരുത് ഗൈസ്. അതേപോലെ തന്നെ വീഡിയോ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അവരുടെ അഭിപ്രായം കൂടി നമുക്ക് അറിയാത്ത എങ്ങനെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ബൈ.